ഉള്ളതല്ല. നമ്മൾ വേണമെങ്കിൽ ഒരു കാന്താരിയും മുളകും കൂടെ ചേർന്ന് കഴിക്കുന്ന നാട്ടിൽ നിന്ന് പോയി ഊന്തുപോലെ ആയി പോകുന്ന നമ്മുടെ ജനത. അവിടെ ആ എരിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആ 90 വയസ്സുള്ളവനും 4 വിവാഹം ചെയ്താലും അമ്മമാർ പഴയതുപോലെ നടക്കുന്നതാണ്. കാഴ്ചയും അതുപോലെ. നമുക്ക് 35 വയസ്സ് കഴിഞ്ഞാൽ കാഴ്ചയും പോയി, കൈകാലുകൾ കോച്ചു മരവിക്കും. അവന്റെയൊക്കെ ശക്തിയൊക്കെ കാണണം. ഈ ആഹാരമാണ് എരിവില്ലാത്ത ആഹാരം. അതിനോടൊപ്പം ഒരു താര നിറച്ച് ഇലയും കുളയും, അതായത് നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്ന, ആടിന് കൊടുക്കുന്ന ഇല പോലുള്ള എല്ലാം കൂടെ വെട്ടി അറിഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ പുല്ല് വർഗമോ ഒക്കെ, ഈന്തപ്പഴം കൂടെ, ഇതിനോടൊപ്പം ആ നന്നായിട്ട് ആ നാരങ്ങ എല്ലാത്തിനും ചേരും, പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കും. അതിങ്ങനെ വാരി അങ്ങ് ശാപ്പിടും. സത്യത്തിൽ ഈ ഫ്രൂട്ട്സ് അതിനോടൊപ്പം അതിലേതായെങ്കിലും ഒക്കെ കഴിച്ചില്ല, മറ്റേത് എരിവും പുളിയില്ലാത്ത ആ ബിരിയാണി കഴിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ മാന്തിയിരിക്കും. അമ്മമാരെ എടുത്തെടുത്ത് കഴിക്കാൻ പറയും. മേപ്പോട്ട് വൊമിറ്റ് വരും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ സ്വതന്ത്രമായി ആഹാരം പാചകം ചെയ്യാൻ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാണ് അവർ. ഞാൻ പറഞ്ഞു അവരുടെ ആദ്യത്തെ മര്യാദ അപാരം തന്നെ. റോഡിലൂടെ ഓടിച്ചു പോകുന്ന ഒരു വണ്ടി, അവൻ ഒരു ആഹാരത്തിന്റെ വേസ്റ്റ് എവിടെയെങ്കിലും കണ്ടു എന്ന് വെച്ചു, ആർമി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതെടുത്ത് അവിടെ വെച്ച് നിക്ഷേപിച്ചിരിക്കുന്ന അടുത്തടുത്ത് ഇങ്ങനെ ഈ ബാരലുകൾ പോലെ ഉണ്ട്, അതിനകത്ത് എടുത്തിട്ട് വണ്ടി കയറിയിട്ട് ഇതാണ് പരിപാടി. 24 മണിക്കൂറും ഇതിങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ഉരുക്കി ഇവരുടെ തോപ്പും കൂപ്പായും ഒക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ ഇറങ്ങി അതും എടുത്തിട്ട് എന്നിട്ടേ പോകും. നമ്മളാണെങ്കിൽ ആഹാരത്തിനോട് കാണിക്കുന്ന നിന്ന, ഞാനുൾപ്പെടെ കഴിക്കുന്ന ആഹാരത്തിന്റെ വേസ്റ്റ് എത്രമാത്രം കാണും, അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതെടുത്ത് കളയുന്നു. ഈ കളയുന്നത് അവരുടെ കാഴ്ചയിൽ കണ്ടാൽ അത് അവരെ സഹിക്കില്ല. ആ പ്രവണതയാണ് അവർക്കുള്ളത്. അതിന്റെ കാര്യം അന്വേഷിച്ചാൽ അവർ വർഷങ്ങൾക്ക് മുമ്പ് മണലാരണ്യത്തിൽ ആട് മേച്ചും, ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്, ആട് മേച്ചും ഒക്കെ കഴിഞ്ഞു. ആഹാരം കിട്ടായ്മയുണ്ടായി. ഇപ്പോഴല്ലേ ഖനനം ചെയ്ത എണ്ണയും കാര്യങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് ഏകദേശം ആയതല്ലേ ഉള്ളൂ. ആ ഒരു ഓർമ്മയാകാം അവരുടെ ആ ആഹാരത്തോടുള്ള ആ താല്പര്യവും അതിന്റെ സംരക്ഷണയും അവരത് നൽകുന്നത്. അതിനെ വിശുദ്ധമായി കാണുന്നു. പട്ടിണി കിടന്ന കാലത്തെക്കുറിച്ച് അവർ ഓർക്കുന്നു. ഇതും നമ്മൾ ഈ ആഹാരങ്ങൾ വേസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒന്ന് ഓർക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു കാഴ്ചയിലുള്ള ഈ ഒരു ഉപദേശ രൂപേണ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനി എൻ്റെ അനുഭവങ്ങൾ പങ്കിടാൻ ഒരവസരം കൂടെ ഉണ്ടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ധാരാളമായ കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ എൻ്റെ യഥാർത്ഥമായ ഒരു ജീവിത ചിത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്.